പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ലാസ്റ്റത്തെ തിയറിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓൾറെഡി 3 തിയറികൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അബ്സല്യൂട്ട് ഇൻകം, പെർമനന്റ് ഇൻകം, റിലേറ്റീവ് ഇൻകം, ലാസ്റ്റത്തെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആശയമാണ്. ഈ തിയറിയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ ജീവിത മുഴുവൻ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു കാൽക്കുലേഷനെയാണ് ഞാൻ എൻ്റെ കൺസംഷനായിട്ട് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് കൃത്യമായിട്ട് അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്നത് ഈ തിയറി വിശ്വസിക്കുന്നു. ഒപ്പം ആ ധാരണയ്ക്കനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കൺസംഷൻ പ്ലാൻ ചെയ്യുന്നു എന്നതാണ് ഈ തിയറിയിൽ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. ഓക്കെ, ഉദാഹരണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൺസ്യൂം ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചു അല്ലെങ്കിൽ വീട് വെച്ചു. അപ്പോൾ അതെനിക്കിപ്പോൾ ഇൻകം ഉണ്ടായിട്ടാണോ? അല്ല, ഞാൻ എൻ്റെ ജീവിതകാലത്ത് കൊണ്ടായിരിക്കാം ആ ഇൻകം കണ്ടെത്തുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം കൊണ്ട് മാത്രമേ എനിക്ക് ആ ഇൻകം വീട്ടാൻ അല്ലെങ്കിൽ ആ ഒരു കടം വീട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ജീവിതകാലത്തെ മുഴുവൻ വരുമാനം കണക്കാക്കിയിട്ടാണ് നമ്മുടെ കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസംഷനെ തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തിയറിയാണ് ലൈഫ് സൈക്കിൾ ഇൻകം അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആശയം. നമുക്ക് സ്ലൈഡുകളിലേക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ചേർത്തിട്ടുള്ളത്, ഇത് കൊണ്ടുവന്ന ആളുകൾ 3 പേരാണ്. ഇതിനകത്ത് മോഡിഗ്ലിയാനി എന്ന് പറയുന്ന ആളാണ് പ്രധാനപ്പെട്ടതെങ്കിൽ പോലും ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രാങ്കോ മോഡിഗ്ലിയാനി, ആൽബർട്ടോ ആൻഡോ ആൻഡ് ബ്രംബർഗ് എന്ന് പറയുന്ന 3 പേരാണ്. എങ്കിൽ പോലും മോഡിഗ്ലിയാനിയുടെ പേരിനോടാണ് പലപ്പോഴും ഇത് കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ 3 പേരുടെയും പേരുകളുടെ അക്ഷരങ്ങൾ മോഡിഗ്ലിയാനിയുടെ M, ബ്രംബർഗിന്റെ B, ആൻഡോയുടെ A എന്ന ക്രമത്തിൽ നമ്മൾ ഇതിനെ ഈ തിയറി MBA ഹൈപ്പോത്തസിസ് എന്ന പേരിലും വിളിക്കുന്നു. ഓക്കെ, ഈ തിയറി എന്താണെന്ന് നോക്കാം. ആൻ ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ്സ് ലെവൽ ഓഫ് കൺസംഷൻ ഡിപ്പെൻഡ്സ് നോട്ട് ജസ്റ്റ് ഓൺ കറണ്ട് ഇൻകം, നമ്മുടെ ഇപ്പോഴത്തെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചല്ല, ബട്ട് ഓൾസോ ഓൺ ലോങ് ടേം എക്സ്പെക്റ്റഡ് ഏർണിങ്സ്. എല്ലാ ആളുകൾക്കും അവരുടെ ജീവിതകാലത്തെ മുഴുവൻ വരുമാനത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടെന്നും ആ ധാരണ അനുസരിച്ചിട്ടാണ് നമ്മുടെ കൺസംഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നതുമാണ് ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ആശയം. Individuals are assumed to plan a pattern of consumer expenditure based on expected earnings over their lifetime. ജീവിത കാലയളവ് മുഴുവനും ഇതിനകത്ത് കണക്കാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് വരുമാനം ഉണ്ടോ? ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് നോക്കിക്കേ, ഇപ്പോഴും നിങ്ങൾക്ക് വരുമാനം ഇല്ലാത്ത ആളാണ്. ജീവിതത്തിന്റെ ആദ്യത്തെ 20 വർഷം അല്ലെങ്കിൽ 22 വർഷം നിങ്ങൾക്ക് വരുമാനം ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. ഇനി 22 മുതൽ നിങ്ങൾക്കൊരു 50-55 വയസ്സ് വരെ നിങ്ങൾക്ക് വരുമാനം ഉള്ള അവസ്ഥയാണ്. 55-ന് ശേഷം നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം അല്ലെങ്കിൽ ചിലപ്പം രോഗങ്ങളായിരിക്കാം, അസുഖങ്ങളായിരിക്കാം. അപ്പം പിന്നീട് നമുക്ക് അതുപോലെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ആ സമയത്ത് നിങ്ങൾക്ക് വരുമാനമില്ല. അതുകൊണ്ട് തന്നെ വരുമാനം ഇല്ലാത്ത അവസ്ഥകളും വരുമാനം ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺസംഷനെ വ്യക്തമായി പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആശയം ഈ തിയറി പ്രധാനമായിട്ട് പങ്കുവെക്കുന്നു. നമ്മൾ ആ തിയറിയുടെ ചില ഭാഗങ്ങളിലേക്കും കൂടെ പോവാണ്. ഒരു ഗ്രാഫ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാമെന്ന് വിശ്വസിക്കുന്നു. ദ തിയറി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദി ഗിവൻ ഡയഗ്രാം. ഓക്കെ, ആ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. എക്സ് ആക്സിസിൽ ഞാൻ ടൈമാണ് കാണിച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതമാണ് കാണിച്ചിരിക്കുന്നത് ടൈം. വൈ ആക്സിസിൽ നിങ്ങളുടെ കൺസംഷനോ ഇൻകോ സേവിങ്ങോ ഒക്കെ നമുക്ക് വൈ ആക്സിസിൽ കാണിക്കാം. ഇനി ആ തിയറിക്കകത്ത് പറയുന്ന ആശയങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി ഇരുന്നേ. നിങ്ങളുടെ കൺസംഷന്റെ ഗ്രാഫ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. നമുക്ക് പണ്ടേ അറിയാം അല്ലേ, നിങ്ങളുടെ കൺസംഷന്റെ അളവ് ചെറുതായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് അന്നും ഇന്നും എന്നും ഓരോ ആവശ്യങ്ങളുണ്ട്, ശരിയല്ലേ? നിങ്ങൾക്ക് 19-ാം വയസ്സിൽ നിങ്ങൾക്ക് കുറേയേറെ ആവശ്യങ്ങളുണ്ട്, 20-ാം വയസ്സിൽ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്, 25-ൽ ആവശ്യമുണ്ട്, 30 ആകുമ്പോൾ ആവശ്യമുണ്ട്, 50 ആകുമ്പോൾ ആവശ്യമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രായമാവുന്ന അവസ്ഥയിലും കൺസ്യൂം ചെയ്യണ്ടേ? ചിലപ്പോൾ ആ സമയം നിങ്ങൾ ആഹാരമല്ലായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്, മരുന്നായിരിക്കാം കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസംഷന്റെ ഗ്രാഫ് ഓരോ വർഷം കഴിയും തോറും, ടൈമാണ് എക്സ് ആക്സിസിൽ, വർഷങ്ങൾ കഴിയും തോറും എന്ത് സംഭവിക്കുന്നു? ചെറിയ തോതിലെങ്കിലും അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അല്ലെങ്കിൽ കൂടിക്കൊണ്ട്, എന്ന് സ്ഥിരമായിട്ടിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല, കൂടാനേ സാധ്യതയുള്ളൂ. ആവശ്യങ്ങൾ മനുഷ്യനെ തൃപ്തി അടക്കാൻ പറ്റത്തില്ല, അല്ലേ? അതുകൊണ്ട് എപ്പോഴും കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് ഞാൻ CC എന്ന ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ CC എന്ന് പറയുന്ന ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇറ്റ് ഈസ് ആൻ അപ്വേർഡ് സ്ലോപ്പിംഗ് ഗ്രാഫ്. ഇനി നോക്കിക്കേ, ഇൻകത്തിന്റെ കർവാണ് ഞാൻ
ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിൽ വരച്ചിട്ടുള്ളത്. ഇൻകത്തിന്റെ കർവിനെ ഞാൻ ഇൻവേർട്ടഡ് യു ഷേപ്പ്, ഇതാണ് ഇൻകത്തിന്റെ കർവ്, ഞാൻ ടിക്ക് ചെയ്ത ആ കർവാണ് ഇൻകത്തിന്റെ കർവ്. എന്തുകൊണ്ടാണ് ഇൻകം ആദ്യമ കാലഘട്ടത്തിൽ കുറവാണല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമേ വരുമാനം ഇല്ലായിരിക്കാം. പിന്നെ ആദ്യത്തെ സമയങ്ങളിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ഉയർന്ന വരുമാനമാണോ തരുന്നത്? ഏതെങ്കിലും ഒരാൾ നമുക്ക് ഉയർന്ന വരുമാനം തരും? ഇല്ല. ഒന്ന് നോക്കട്ടെ, കുറച്ച് നാൾ ജോലി ചെയ്യും. ഓക്കെ. പിന്നെ വർഷങ്ങൾ കഴിയും തോറും നമ്മൾ ആ മേഖലയിൽ തഴക്കവും പഴക്കവും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ടായി മാറുമ്പോൾ നമ്മുടെ ശമ്പളത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. അപ്പം ഇൻകം ക്രമേണ വർദ്ധിച്ച് ഒരു ഹയർ ആയിട്ടുള്ള അവസ്ഥയിൽ എത്തുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? വീണ്ടും ഇൻകം ലെവൽ എന്തുകൊണ്ട് താഴേക്ക് പോകാം? എന്തുകൊണ്ടാണ് വീണ്ടും താഴേക്ക് പോകുന്നത്? നമുക്ക് ചിലപ്പോഴൊക്കെ ജോലിക്ക് ഹാജരാകാൻ പറ്റാത്ത അവസ്ഥ വരാം അല്ലേ? ചിലപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച്, ടൈമായി എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ, പ്രായം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് ജോലിക്ക് ഹാജരാകാൻ പറ്റത്തില്ല, അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാലയളവിൽ നമ്മുടെ വരുമാനത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മുടെ വരുമാനത്തിന്റെ കർവ് ദേ നോക്കിക്കേ, ഈ ഒരു ഷേപ്പാണ്, ഇൻവേർട്ടഡ് യു ഷേപ്പ് ആയിട്ടിരിക്കുന്നു, ഉയർന്നു പോകുന്നു, ഉയർന്ന ഒരവസ്ഥയിലെത്തുന്നു, പിന്നീട് വീണ്ടും പ്രായമാകുമ്പോഴേക്കും അത് താഴേക്ക് പോകുന്നു. ഓക്കെയാണേ. ഇനി ആ ഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യമ കാലഘട്ടത്തിൽ എന്താണ് നോക്കിക്കേ, വരുമാനമാണോ കൂടുതൽ, കൺസംഷൻ ആണോ കൂടുതൽ? വരുമാനം ദേ ഈ പോയിന്റിൽ, ഈ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ, വരുമാനം താഴത്തെ പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് മുകളിലത്തെ പോയിന്റിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കൺസംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം. കൺസംഷൻ ഗ്രേറ്റർ ദാൻ ഇൻകം ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഡിസേവിംഗ് ആണ്, കടം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെയാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ, രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് നോക്ക്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ എന്താന്ന് നോക്കിക്കേ, കൺസംഷനേക്കാൾ മുകളിലാണ് ഇൻകത്തിന്റെ ആ ഗ്രാഫ് ഇല്ലേ? കൺസംഷനേക്കാൾ മുകളിൽ ഇൻകം ഉള്ളപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. പിന്നീട് നമ്മുടെ പ്രായമാകുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു നോക്ക്. ഗ്രാഫിലേക്ക് ഒരു സെക്കൻഡ്. പ്രായമാകുന്ന അവസ്ഥയിൽ നമ്മുടെ ഗ്രാഫിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ. പ്രായമാകുന്ന അവസ്ഥയിൽ നമ്മുടെ ഇൻകം താഴേക്ക് പോകുന്നു, കൺസംഷൻ അവിടെ മുകളിൽ നിൽക്കുന്നു. നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. രണ്ടിടത്ത് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകാൻ പറ്റുന്നത്, രണ്ടിടത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസേവിംഗ് ആണുള്ളത്. ഒരിടത്ത് നമുക്ക് സേവ് ചെയ്യാം, ഒരു ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ മിഡിൽ ഹാഫിൽ നമ്മൾ സേവ് ചെയ്യുന്നു. രണ്ട് എഡ്ജിലായിട്ട് നമുക്ക് ഡിസേവിംഗ് അല്ലെങ്കിൽ ബോറോയിങ്സ് നടത്താനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. നമുക്ക് എത്ര വരുമാനമാണ് കിട്ടുന്നത്, എത്ര എപ്പോഴൊക്കെ കിട്ടും, ഭാവിയിൽ വരുമാനം ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിനെയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. ഒരാളുടെ കൺസംഷൻ തീരുമാനിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് മുഴുവനും ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് കൺസംഷനാണ് കൂടുതൽ, ഇൻകം കുറവാണ്. പ്രായമാകുമ്പോഴും നമ്മുടെ കൺസംഷനാണ് കൂടുതൽ, ഇൻകമാണ് കുറവ്. അതുകൊണ്ട് തന്നെ ഈ ഡിസേവിംഗ് നടക്കണമെങ്കിൽ നമ്മൾ സേവ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ സേവിങ് എവിടെ നിന്ന് വരും? നമ്മുടെ മിഡിൽ ഹാഫിൽ നിന്നാണ് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടി മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൺസംഷൻ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ തിയറിയിൽ പറയുന്നത്. എക്സ് ആക്സിസ് എന്താന്ന് പറഞ്ഞു, വൈ ആക്സിസ്. നിങ്ങൾ ഈ തിയറിയുടെ എക്സ്പ്ലനേഷൻ വ്യക്തമായിട്ട് നോക്കണം. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇൻകം കർവ് ആദ്യമേ കൂടുന്നു, പിന്നീട് ഹയർ സ്റ്റേജിൽ എത്തുന്നു, എന്തുകൊണ്ട് താഴേക്ക് പോകുന്നു. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ്. റിട്ടയർമെന്റിന് ശേഷം ഇൻകം താഴേക്ക് പോകുന്നു, ഭാവിയിൽ അസുഖങ്ങൾ വരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. കൺസംഷൻ അന്നും ഇന്നും ഒക്കെ ചെറിയ തോതിലെങ്കിലും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഭാഗത്തേക്ക് പോകുന്നത്. മാത്തമാറ്റിക്കൽ ഭാഗം കൂടെ ചേർത്താൽ നല്ലതായിരിക്കാം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ രണ്ട് ഇക്വേഷൻ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. കൺസംഷൻ വിൽ ബി ഡിപ്പെൻഡന്റ് ഓൺ C = W + RY / T. ഓക്കെ, എന്ന് വെച്ചാൽ എന്റെ മൊത്തം കൺസംഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, Y എന്ന് പറയുന്നത് എന്താന്ന് നോക്കിക്കേ, എന്റെ വരുമാനമാണ്. R എന്ന് പറയുന്നത് എനിക്ക് എത്ര കാലം ജോലി ചെയ്യാൻ പറ്റുമോ അതിനെയാണ് R. റിമൈനിങ് ഇയേഴ്സ് ഓഫ് വർക്ക് ആണ് R. ഓക്കെ, അപ്പം എന്റെ എത്ര കാലം, എനിക്ക് 10 വർഷമാണ് ജോലി ചെയ്യാൻ പറ്റുന്നതെങ്കിൽ 10 × 1 വർഷം എനിക്ക് 5000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 10 × 5000.
അതുമാത്രമാണോ ഞാൻ ചിലവാക്കുന്നത്? അല്ല, എനിക്ക് സ്വന്തമായിട്ട് കുറെ ആസ്തികൾ ഉണ്ടായിരിക്കും അല്ലെ, എന്റെ കുടുംബ സ്വത്തായിട്ട് പാരമ്പര്യമായിട്ട്. അതിനെയാണ് W എന്ന് കൊടുത്തിരിക്കുന്നത്, വെൽത്ത്. അപ്പം കൺസംഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കിക്കേ, വെൽത്ത്, നമ്മുടെ വെൽത്ത് പ്ലസ് നമുക്ക് കിട്ടുന്ന വരുമാനം, 6 വർഷത്തേക്ക് കിട്ടുന്ന വരുമാനമാണ് RY എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഓരോ വർഷവും നമ്മൾ എത്രത്തോളമാണ് ചെലവാക്കേണ്ടത്, നമ്മൾ എത്ര കാലയളവ് ജീവിക്കും. ഞാൻ ഏകദേശം എന്റെ ലൈഫ് എക്സ്പെക്ടൻസി നമ്മൾ കണക്കാക്കുമ്പോൾ 60 വർഷക്കാലമാണ് ജീവിക്കുന്നതെങ്കിൽ, അവിടെയൊക്കെ നമുക്ക് ഒരു ചോദ്യമുണ്ട്, നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? നമുക്ക് ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്ടൻസി എടുക്കാം, ഏകദേശം 62 ഒരു ശരാശരി ആള് ജീവിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ കൺസംഷൻ ഇസ് ഈക്വൽ ടു W, എന്റെ മൊത്തം ആസ്തി പ്ലസ് എന്റെ മൊത്തം വരുമാനം ഡിവൈഡഡ് ബൈ 62 എന്ന് വെച്ചാൽ ഒരു ആവറേജ് മനുഷ്യൻ ജീവിക്കുന്ന വർഷങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ ഓരോ വർഷം എത്ര എമൗണ്ട് കൺസ്യൂം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരു ഇക്വേഷനോട് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. C is equal to AW plus BY എന്ന് വെച്ചാൽ കൺസംഷനെ അഫക്ട് ചെയ്യുന്നത് വെൽത്ത് ആണ്, വെൽത്തും ഇൻകവും ആണ്. വെൽത്തിന്റെ മുഴുവനും ഞാൻ ചെലവാക്കോ? ഇല്ല. A എന്ന് പറയുന്നത് അതിന്റെ പെർസെന്റേജ് ആണ്, ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ ഞാൻ ചെലവാക്കത്തുള്ളൂ. Y എന്ന് പറയുന്ന ഇൻകം ആണ്, മുഴുവൻ വരുമാനം ഞാൻ ചെലവാക്കോ? ഇല്ല, അതിന്റെ ഒരു നിശ്ചിത ശതമാനമേ ഞാൻ ചെലവാക്കത്തുള്ളൂ. അതിനെയാണ് B എന്ന് പറയുന്നത്. അപ്പൊ എയും ബിയും സൂചിപ്പിക്കുന്നത് എന്താണ്? എയും ബിയും സൂചിപ്പിക്കുന്നത് നമ്മുടെ ശതമാനം, എത്ര വരുമാനമാണ് ചെലവാക്കുന്നത്, എത്ര ആസ്തിയാണ് ഞാൻ ചെലവാക്കുന്നു എന്നതിനെയാണ് എയും ബിയും പറഞ്ഞു തരുന്നത്. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കൂടുതൽ മാർക്കിനൊക്കെ ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് വന്നതുകൊണ്ടാണ് 15 മാർക്കിന് വരെ ഈ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്, ലൈഫ് എക്സ്പെക്ടൻസി 50 വർഷം ജീവിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. അദ്ദേഹം 30-ാം വയസ്സിൽ ജോലിക്ക് കയറി 40-ാം വയസ്സിൽ റിട്ടയർ ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം എത്ര നാൾ സമ്പാദിക്കുന്നുണ്ട്? 10 വർഷമാണ് സമ്പാദിക്കുന്നത്. 10 വർഷം T-N, ഓർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 10 വർഷമേ അദ്ദേഹം സമ്പാദിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. 30-ൽ ജോലി കയറി 40-ൽ വിരമിക്കണം. ഈ 10 വർഷം കിട്ടാൻ പോകുന്ന വരുമാനം വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് മുഴുവനും ക്രമീകരിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ആശയമാണ് ഞാൻ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്. The individual plans to consume lifetime earnings in T equal installments. അപ്പം എന്ന് വെച്ചാൽ ജീവിത കാലയളവ് മുഴുവനും ഈ 10 വർഷത്തെ വരുമാനം വെച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 1-2 വിമർശനങ്ങളുണ്ട് അല്ലേ? നമുക്ക് എത്ര വേണമെങ്കിലും വിമർശനങ്ങൾ പറയാം. നമ്മുടെ ആയുസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കയ്യിലാണോ? അല്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും സ്വന്തമായിട്ട് എനിക്ക് അടുത്ത വർഷം ഇത്ര കിട്ടും, എനിക്ക് 2-ാമത്തെ വർഷം ഇത്ര കിട്ടും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തൊക്കെ വേണമെങ്കിലും ജീവിതം എന്ന് പറയുന്ന നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? അപ്പം ലൈഫ് സൈക്കിൾ തിയറിയുടെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജീവിത കാലയളവ് ഇത്രയാണ്, ജീവിതത്തിൽ ഇത്രയും സമ്പാദിക്കാൻ പറ്റൂ എന്നത് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് കണക്കാക്കാൻ പറ്റത്തേയില്ല. ക്ലിയർ ആണല്ലോ? അതാണ് ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പോരായ്മ. ജീവിതത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷെ ലൈഫ് സൈക്കിൾ തിയറി പറയുന്നത് കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടാണ്. രണ്ടും തമ്മിൽ എന്തൊരു വിരോധാഭാസമാണ് അല്ലേ? അപ്പോൾ ഇതാണ് ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ക്രിട്ടിക്സ് അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. അനദർ ക്രിറ്റിസിസം ഓഫ് ദ ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് ഫെയിൽസ് ടു റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ്. ഓക്കെ, ചിലപ്പോഴൊക്കെ ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ചില അവസ്ഥ, എന്റെ സ്വത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്റെ സ്വത്തിനനുസരിച്ച് എന്റെ ജീവിതം ക്രമീകരിക്കുന്നതിന്, എനിക്കൊരു വീടുണ്ട്, എന്റെ സ്വത്താണ്. സ്വത്തിനനുസരിച്ച് എനിക്ക് വീടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്റെ ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റുമോ? വീട് എപ്പോഴും എനിക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇന്ന് വിറ്റ് നാളെ വീണ്ടും തിരിച്ചു വാങ്ങാൻ പറ്റുന്ന സാധനമല്ല. ഇതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ? ചില വസ്തുക്കൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഈ MBA ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ മോഡിഗ്ലാനിക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലായിരുന്നു. അപ്പം ഈ 2 ലിമിറ്റേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പറയണം. വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ എന്താണ് കൊണ്ടുവന്ന ആളുടെ പേര് പറയണം, എന്താണ് കാര്യമെന്ന് പറയണം, ഗ്രാഫ് വരയ്ക്കണം, ഇക്വേഷൻസ് 2 ഞാൻ പഠിപ്പിച്ചു, ഇക്വേഷൻസ് 2 പറയണം, പിന്നീട് ഒരു എക്സാമ്പിൾ പറയണം, പിന്നീട് ആ വിമർശനങ്ങളോട് പറഞ്ഞാൽ ഇൻ കേസ് 15 മാർക്കിന് വന്നാൽ പോലും നിങ്ങൾക്കത് 15 മാർക്സിന്റെ ലോങ് എസ്സേ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രമിക്കേണ്ടത് 4 തിയറീസും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. 4 തിയറീസും നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.